സജീവൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്ത് കാര്യത്തിനാണ്, എന്ത് കുറ്റത്തിനാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്? പാലോട് രവിയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് വീഴാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം മാസങ്ങൾക്ക് മുൻപേ നടന്നൊരു ടെലിഫോൺ സംഭാഷണമാണിത്. അതിതാ ഈ ഘട്ടത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അതിന്റെ ഏറ്റവും കൃത്യമായ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചവർ ആരാണ്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അങ്ങനെ അത് പ്രചരിപ്പിക്കുന്നു, ചർച്ചയാകുന്നു. മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം KPCC അധ്യക്ഷൻ പറയുകയാണ്, അടിവരയിടുകയാണ്, നടപടി ഉണ്ടാകുമെന്നുള്ളത്. നടപടി വരുന്നു. അടുത്ത ദിവസം പകൽ നമ്മൾ കാണുന്നത് ആ മേഖലയിൽ ഒന്നാകെ ലഡുവും ജിലേബിയും ഒക്കെ വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് പിന്നിലൊരു തിരക്കഥയുണ്ടായിരുന്നോ? പാലോട് രവി ഇങ്ങനെ പറയുമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടാക്കണമെന്നും ആരുടെയൊക്കെയോ തീരുമാനമായിരുന്നോ? ഇതിൽ വെറുമൊരു തിരക്കഥ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇതിൽ വലിയ ഗൂഢാലോചന സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടായതല്ല. പാലോട് രവി ഇപ്പോഴത്തെ ഘട്ടത്തിൽ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റ് ആയതിനു ശേഷം നടത്തിയിട്ടുള്ള ഒരു പരാമർശമല്ല ഇത്. അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള പരാമർശമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടതായിട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനോട്, പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന ഗ്രൂപ്പിസത്തിനെതിരെ ഒരു വാണിംഗ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ മൊത്തമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു നേതാവിൻ്റെ ആകുലതയും വ്യഥയുമാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഫോണിലൂടെ ഒരാളോട് പറയുന്നു. അങ്ങനെയുള്ള ഫോണിൽ സംഭാഷണം റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. അതാണിപ്പോൾ ഇവിടെ എന്താണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. എന്തിനാ റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്ന കാര്യം ഇതാണ്. ഇതൊരു പ്രശ്നമുണ്ട്. ഇത് റെക്കോർഡ് ചെയ്ത് ഇത്രയും കാലമായിട്ട് വെച്ചിട്ട് ഈ പാലോട് രവി പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എടുത്തതെങ്കിൽ ഇത് അന്നേ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നു. പാലോട് രവി പാർട്ടി വിരുദ്ധനാണ്, അദ്ദേഹം പാർട്ടി തകർക്കാൻ വേണ്ടി ഇത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതൊന്നും പറയാതിരുന്നതിന് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ നീക്കം നടത്തുന്നത് വളരെ കൃത്യമാണ്. പാലോട് രവിയെ അവിടെ നിന്ന് പോച്ചു കാണിക്കണം. സ്വാഭാവികമായിട്ടും മറ്റ് DCC പ്രസിഡന്റുമാരെ മാറ്റുന്നതോടൊപ്പം പാലോട് രവിയെ മാറ്റിയാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം KPCC അഴിച്ചുപണിയുടെ ഭാഗമായിട്ട് വരാൻ പോകുന്നത് കേട്ടതാണ്. അത് പാലോട് രവിയുടെ പേരുണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. പാലോട് രവിയെപ്പോലെ വളരെ കാലമായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തി പാർട്ടിയെ നയിച്ചിട്ടുള്ള ഒരു നേതാവ്, ജനപ്രതിനിധിയായിരുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവന്നാൽ തന്നെ ഇപ്പോഴീ KC വേണുഗോപാൽ പറഞ്ഞത് ഈ സണ്ണി ജോസഫിനെ അറിയാമായിരുന്ന കാര്യമല്ലേ. അദ്ദേഹം പണ്ടെപ്പോഴോ പറഞ്ഞാണ് പാർട്ടിയെ നന്നാക്കാൻ പറഞ്ഞത്. സണ്ണി ജോസഫും ഇതേപോലെ തന്നെ KC വേണുഗോപാൽ പറഞ്ഞ പോലെ തന്നെ ഞാനത് മുഴുവനും കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവനും കേട്ട KC വേണുഗോപാലിന് അത് പാർട്ടി വിരുദ്ധമല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ സണ്ണി ജോസഫിന് മാത്രം എങ്ങനെ തോന്നി? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കേട്ടില്ല എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളുണ്ട്. കേട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ടേ? അല്ലെങ്കിൽ KPCC യോഗം വിളിച്ച് ചേർത്ത് പറയാം, ഒരു DCC പ്രസിഡന്റ് ഇങ്ങനെ പാർട്ടി വിരുദ്ധമായിട്ട് നടത്തിയതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഈ എന്ത് നടപടി എടുക്കണം. അങ്ങനെ KPCC യോഗം വിളിച്ചു ചേർത്തിട്ടില്ല, ഒന്നും വിളിച്ചു ചേർക്കാതെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങിയെന്നുള്ളൊരു സംശയം ആർക്കില്ല. കാരണം KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ പാലോട് രവി സ്വമേധയാ ഞാനിത് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് രാജിക്കത്ത് കൊടുത്താലല്ലോ. അപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാലോട് രവിക്കെതിരെയുള്ളൊരു ഗൂഢാലോചന എവിടെ ഉണ്ടായിട്ടുള്ള കാര്യം സംശയമില്ല. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ നോക്കൂ, പാലോട് രവി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പരസ്പരമുള്ള അതാണ് പാലോട് രവി പറയുന്നത് പോലെ അവസാനം എടുക്കാച്ചിറക്കമാകും എന്ന് പറയുന്നത്. അങ്ങനെ കോൺഗ്രസിനെ ആക്കി തീർക്കുന്നത് ഈ പരസ്പരമുള്ള കാലുവാരലാണല്ലേ. ആ ഓഡിയോയിൽ ഉടനീളം അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് തനിക്കെതിരെ കൂടി ഇങ്ങനെ തിരിയുമെന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാകില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രാദേശികമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സംസ്ഥാനത്തുടനീളം ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനോട് പറയുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്ടി തകർന്നു പോകും, പാർട്ടി ഇവിടെ ഇല്ലാതായി തീരുമെന്ന് ഒരു സങ്കടമാണ്, വ്യഥയാണ് അവിടെ പാലോട് രവി പ്രകടിപ്പിക്കുന്നത്.
അതിന് മനസ്സിലാക്കരുത്. അതാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരത്തെ ഇവിടെ റജി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, CPM-ൻ്റെ സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് മുതൽ മുകൾ തട്ടിൽ വരെ സമ്മേളനങ്ങളിൽ അത് വിമർശനത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി സമ്മേളനം നടക്കുന്നത്. അവിടെ വിമർശനങ്ങൾ ഉണ്ടാകണം, അല്ലാതെ പാർട്ടി സമ്മേളനം നടന്നിട്ട് കാര്യമില്ല. ആ വിമർശനം ഉണ്ടായാൽ മാത്രമേ അതിൽ തിരുത്തലുകൾ വരൂ. അത് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു നടപടിയല്ല. എന്തുകൊണ്ട് അവിടെ നടപടി ഉണ്ടായില്ല എന്നുള്ള ചോദ്യം അവിടെ അപ്രസക്തമാണ്. ഇവിടെ പാലോട് രവി ഇതേപോലെയുള്ള ഈ പാർട്ടി സമ്മേളനങ്ങളില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം തൻ്റെ വ്യത എവിടെയെങ്കിലും പറയണം എന്നുള്ളതുകൊണ്ട് ഒരു പ്രവർത്തകൻ നിങ്ങൾ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടത്? ഈ വിഷയം വെച്ചുകൊണ്ട് നടപടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിന് പകരം ചർച്ച ചെയ്യല് വേണ്ട. ഇനി അതിനേക്കാൾ വലുത് മുരളീധരനെ പോലൊരു നേതാവ്, പാർട്ടിയുടെ ഒരു സ്ഥാനത്തും ഇല്ലാത്ത വെറും ഒരു MP മാത്രമായിട്ടുള്ള മുരളീധരനെ പോലൊരു നേതാവ് പാർട്ടി പ്രവർത്തക സമിതി അംഗത്തിനെതിരെ ഇവിടെ കടക്കാൻ സമ്മതിക്കില്ല, കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് നടപടിയെടുത്തു?